ഞാനിപ്പോൾ എന്തൊരവസ്ഥയിലാണ് ഉള്ളതെന്നറിയോ? ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് ഒരാളിപ്പോൾ എന്നോട് പറയാണ് ഇത് നട്ടുച്ചയാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഷിംജിത മുസ്തഫ. ചില ആൾക്കാർ ചത്തുപോയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ തീരേണ്ട സാധനമാണ്, ഇതൊക്കെയാണ് തീരേണ്ടതെന്ന് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു സാധനമാണ് ഈ ഷിംജിത മുസ്തഫ. ദീപക് എന്ന് പറയുന്ന ഒരു പാവം പയ്യന്റെ ജീവനെടുത്ത കടയാടി മോള്. ആ അമ്മയ്ക്ക് താങ്ങായി തണലായി ആകെ ഉണ്ടായിരുന്ന മകൻ, അവനെ തീർത്ത് ഇവളെ കഴപ്പ്, കൂത്തിക്കഴപ്പ് കാരണം അവൻ തീർന്നു. നീ ഇതിന്റെ പേരിൽ കേസ് കൊണ്ട് കൊടുത്താലും എന്ത് തേങ്ങ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും എനിക്കൊരു ഇല്ല. അതിന്റെ റീസൺ, നിന്നെയൊക്കെ ഇവിടെ ശിക്ഷിച്ചില്ല പിന്നെ എന്നെ ഉണ്ടാക്കാനാ? ഓക്കെ, എന്നെ തീർക്കൂ? ഇല്ലല്ല. നിന്നെപ്പോലത്തെ കടയാടി മോളുകൾ ഇപ്പോഴും പുറം ലോകത്ത് ഇറങ്ങി നടക്കുന്നു എന്ന് കാണുമ്പോൾ നിന്നെയൊന്നും കല്ലെറിഞ്ഞ് തീർക്കാൻ ആളില്ലേ എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, നീയൊക്കെ വെളിയിൽ ഇറങ്ങി നടക്കേണ്ട ഒരു അർഹതയില്ലാത്ത സാധനമാണ്. ഇതിനെയൊക്കെ വഴിക്കിട്ട് ആരെങ്കിലും തല്ലി തീർത്താലും നല്ല കാര്യമാണ്. പോലീസുകാരെങ്കിലും കൊണ്ടിട്ട് ഇടിച്ച് നൂത്ത് നേടിക്ക് അവളെ അടിച്ച് കയറ്റി കൊടുത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. വനിതാ പോലീസുകാരെ എടുത്തിട്ട് ഇടിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. കാരണം ഒരു നിരപരാധിയാണ് അവൾ തീർത്തത്. അവളെ റീച്ച് ഉണ്ടാക്കുന്ന കുത്തിക്കടി കാരണം ഒരു നിരപരാധിയുടെ ജീവനാണ് ഈ കടയാടി മോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, സീരിയസ്ലി വളരെയധികം തന്തയില്ലായ്മ ചെയ്തതിന് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഇവളെ വലിച്ച് പൊളന്നു വയ്ക്കാൻ തോന്നും. ഓക്കെ, ഇവളിപ്പം ബ്രസീലിൽ തോറ്റപ്പോൾ ഇവള് ബ്രസീലിന്റെ ജേഴ്സി ഇട്ടും കൊണ്ട് വന്നിരുന്ന് കൊണയടിക്കുകയാണ്. അവൾ ഉണ്ടാക്കി കളയുന്നുള്ള രീതിയിൽ. സീരിയസ്ലി ഇവളെ നിന്നും ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മോളുകളൊക്കെ ഉണ്ട്. ഞാൻ കണ്ട് ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ള ഇവളൊക്കെ അക്കൗണ്ട്. ആരാടാ ഇതൊക്കെ? ഇവളൊക്കെ ഒരുത്തന്നെ തീർത്തിട്ട് വീണ്ടും റീല് ഇടാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കടയാടി മക്കൾ വീണ്ടും റീല് വിട്ട് അവൾ പുതിയതായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തും ഇവിടുത്തെ നിയമത്തോടൊക്കെ ചില സമയം പുച്ഛം തോന്നും. വെറും പുച്ഛം, പട്ടിപ്പുച്ഛം തോന്നും. ഓക്കെ, അത്രയ്ക്ക് ഇതുപോലത്തെ കടയാടിയൊക്കെ ഇങ്ങനെ ഒരുത്തനെ തീർത്തിട്ട് അവളൊക്കെ അന്തസ്സായിട്ട് ഇറങ്ങി നടക്കുന്നത് കാണുമ്പോൾ സത്യം ചൊറിഞ്ഞു പറയുകയാണ്. ഇവക്കൊക്കെ എന്തെങ്കിലും വന്ന് തീർന്നു മതിയായിരുന്നു. എവിടെയെങ്കിലും സത്യം ഇവളൊക്കെ ആ ബൈക്ക് എടുത്തോണ്ട് പോകുന്നത് മതി, ഏതെങ്കിലും ബാണ്ടിലോറൊക്കെ ഒന്ന് ഇടിച്ചെടുത്തോണ്ട് പോയതെങ്കിലും മതിയായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു. കാരണം അത്രയ്ക്ക് വെറുപ്പാണ് എനിക്കുള്ളൂടെയൊക്കെ. ഒരുത്തൻ്റെ ജീവിതം തൊലച്ച് അവൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് കടയാടി അവൾ മറ്റേ ബൈക്ക് എടുത്ത് ബ്രസീലിൻ്റെ ഗണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, കഷ്ടം പൊന്ന. ഇവളൊക്കെ ആരാ വീട്ടിൽ കയറ്റിയത്? ഇടയാളി ഇവൾക്ക് നിനക്ക് എങ്ങനെയാണ് തോന്നി? എന്നിട്ട് ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടി ഇവളെ തന്നെ ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ടങ്ങ് പോകും. മറ്റേടുത്ത മോള്. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഞാൻ കടയാടിയിൽ ഒരു വീഡിയോ കൊടുക്കാം. ഇന്ന് ഈ ജേഴ്സി ഇട്ടിട്ട് പുറത്തു പോകണമെങ്കിലേ അതിനൊരു അപാര ധൈര്യം തന്നെ വേണം. നിനക്ക് ധൈര്യം ഉണ്ടടി. നിനക്ക് അപാര ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ നീ ഒരുത്തന്റെ ജീവനം കൊണ്ട് എടുത്ത. നിന്റെ കഴപ്പുകൊണ്ട് വേറൊരുത്തൻ്റെ വെച്ചിട്ട് അതിനെ സൂം ചെയ്ത് അവൻ നിന്റെ മറ്റേ സാമാനത്തിൽ തട്ടിയെന്നുള്ള രീതിയിൽ കൂടി നീ ആക്കി വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുത്തത് ഒരുത്തന്റെ ജീവിതവും ജീവനും നിന്റെ റീച്ച് ഉണ്ടാക്കിയത്. നീ നിന്റെ അമ്മയെ പിടിച്ച് വെച്ച് റീച്ച് ഉണ്ടാക്കണമായിരുന്നു. അല്ലെങ്കിൽ നിന്റെ അപ്പനെയാ നിന്റെ അമ്മയാ നിന്റെ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ നീ തന്നെ മറ്റേ നടുറോട്ടിൽ ഒന്നും ഇല്ലാണ്ട് നിന്നിട്ടല്ല റീച്ച് ഉണ്ടാക്കേണ്ടായിരുന്നു. അല്ലാണ്ട് വേറൊരുത്തന്റെ ജീവിതം വെച്ചിട്ടല്ല നീ ഉണ്ടാക്കേണ്ടായിരുന്നത്. ഓക്കെ, എന്നിട്ട് ഇവളൊക്കെ ഇറങ്ങി നടക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് റിയലി പുച്ഛം തോന്നുന്നത്. ഇവളൊക്കെ ഇപ്പോഴും ഈ സൊസൈറ്റി കൂടി ഇങ്ങനെ നടക്കുന്നു. ഒരുത്തനെ തീർത്തിട്ട് അവളെ ഉണ്ടാക്കിയ റീലെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് ഇതുപോലെ കടിയിറങ്ങുന്നുണ്ട്. മറ്റേ ഫസ്മിന സക്കീർ ഓട്ടോക്കാരൻ്റെ നെഞ്ചത്ത് ഒരു പാവപ്പെട്ട നെഞ്ചത്ത് കൊണ്ട് വെച്ച് ഉണ്ടാക്കി കൊടുത്തവള്. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള തൊട്ടിത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനൊന്നും ശക്തമായ നടപടികളില്ല. ആ ഓട്ടോക്കാരൻ്റെ ജീവിതം തൊലച്ച് അങ്ങേർക്ക് ഓട്ടം കിട്ടാത്ത ലെവലിലോട്ട് എത്തിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ട് അവൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? അവൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കള്ളു കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചെന്ന്. അയാൾ കള്ളു പോലും കുടിക്കാത്ത വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോരുത്തർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തന്തയില്ലായ്മകളെ ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നിയമത്തിന്റെ വശത്തുനിന്ന് ഇതിനൊക്കെ തക്കതായ നടപടികൾ എടുത്ത് ഇവളെയൊക്കെ ശിക്ഷിക്കണം. ഇവളെ ഒന്നും പുറത്ത് വിടരുത്. തിന്നാൻ പോലും നേരെ കൊടുക്കാതെ അവിടെ ആയിട്ട് അങ്ങ് തീർക്കണം. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടില്ലേ, കഞ്ഞിയും പയറും ആക്കി. ഇവിടെയും കഞ്ഞിയും പയറും വല്ലതൊക്കെ ആക്കടേ ജയിലിനകത്ത്. അല്ലെങ്കിൽ ഇവളുമാരെ പോലെയുള്ളതിനൊക്കെ കൊണ്ടുപോയി തിന്നാൻ കൊടുത്ത് പോറ്റി വളർത്തി സെറ്റാക്കിയിട്ട് തിരിച്ചു വിടും. ജാമ്യം എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ട്, കൊടുക്കുക ഇറക്കി വിടും. പിന്നെ എന്ത് ക്രൈം ഇവിടെ നടക്കത്തില്ല? എന്തൊക്കെ തൊട്ടിത്തനങ്ങളും തന്തയില്ലായ്മയും തെണ്ടിത്തനം ഇവിടെ നടക്കത്തില്ല? ഈ ഷിംജിതയ്ക്ക് തക്കതായ ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ, ഇവളെയൊക്കെ തൂക്കി തീർത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ മറ്റൊരു ഷിംജിത ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. ഇപ്പോഴും ആണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരുപാട് കടയാടി മക്കളുണ്ട്. അന്ന് ഫസ്മിന എന്ന് പറയുന്നവള് ഇതുപോലെ ഒരു ഓട്ടോക്കാരനെ വെച്ചിട്ട് അവൾ മറ്റേ സ്റ്റുഡിയോ ഉണ്ടാക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഓട്ടോക്കാരൻ എന്തെങ്കിലും വിഷമത്തിൽ കയറി കടുങ്കൈ ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ?
അതുകൊണ്ട് അവളൊക്കെയാണെങ്കിൽ മറ്റേ പൊടിയും വലിച്ചു കയറ്റി നടക്കുന്ന ടീംസാണ്, പൊടിയും വലിച്ചു കയറ്റി അങ്ങനത്തെ ടീംസാണ്. അപ്പോൾ ഇവിടെ തക്കതായ രീതിയിൽ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ട് തന്നെ പല ശിംജിതമാരും പല ഫസ്മിനമാരും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് നിർത്താനും തീരാനും ഒന്നും പോകുന്നില്ല. ഇതിനെയൊക്കെ പിടിച്ചും ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്ക് ഉളുപ്പില്ലാണ്ട് അവളെ വന്നിരിക്കുകയാണ് ബൈക്കിൽ കയറി കടയാടി. വല്ല ഇടിയും വന്ന് എഴുന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. ധൈര്യം എന്നുള്ളതല്ല, ഒരു ഹൃദയം വേണം. ഒറ്റ കാര്യം, ഒരു 10 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. പൊതുവെ ആളുകളില്ലേ പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല. കുറേ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ, അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെ. അല്ല, നിന്റെ തന്തേരോടെ എല്ലാവരും നിന്റെ തന്തേരോടെ ആരാടാ ഇവക്കൊക്കെ വീഡിയോ എടുത്ത് കൊടുക്കുന്നത്? ഇവളൊക്കെ ആരാടാ ഇപ്പോഴും വീട്ടിൽ കയറ്റിയത്? കടയടിയൊക്കെ വീഡിയോ എടുത്ത് അങ്ങ് സൂം ചെയ്തും ഔട്ട് ചെയ്തൊക്കെ അങ്ങ് കൊടുക്കുക. എല്ലാ വീഡിയോയിലും കൂടി ഇപ്പൊ അവള് വെളുപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവളങ്ങ് വെളുപ്പിക്കുകയാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അത് സാധിക്കുമോ? ഈ കടയടിയൊക്കെ വെളുക്കാൻ സമ്മതിക്കുമോ? ഓക്കെ, അവളൊക്കെ അങ്ങ് വെളുപ്പിച്ചങ്ങ് തള്ളുക. നിനക്ക് നീ നിനക്ക് തെറി വരണം എൻ്റെ വായിൽ. ദേഷ്യം വന്നിട്ട് പോയി. എനിക്ക് ഇവളെ കാണുമ്പോഴാണെങ്കിൽ പൊളന്ന് നോക്കിയാന്ന് തോന്നും. സത്യം, എനിക്ക് അത്രയ്ക്ക് കലി വരും അവളാ ഇരിപ്പും കഴപ്പും. എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലേ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ജനക്കൂട്ടത്തിൻ്റെ കൂടെ പോകാൻ വലിയ ധൈര്യമൊന്നും വേണ്ട. എന്നാൽ സത്യത്തിൻ്റെ ശരിയുടെ നീതിയുടെ ന്യായത്തിൻ്റെ കൂടെ ഒറ്റക്ക് നിൽക്കണമെങ്കിൽ അതിനൊരു ഹൃദയം തന്നെ വേണട്ടാ. നീ ഇരിക്കണം, നിനക്ക് ഉണ്ടാക്കിയത്. നിനക്ക് നിന്റെ കഴപ്പ് മറ്റേ സാമാനം കൊണ്ട് വേറൊരുത്തിന് വെച്ചു കൊടുത്ത് തട്ടായിട്ട് കൊടുത്ത് അതിനെ കണ്ടന്റാക്കിയിട്ട് നിനക്ക് ധൈര്യം ഉണ്ടെന്നല്ലേ ഒരുത്തൻ്റെ ജീവിതം തലച്ചിട്ട് കടയാടി മോളെ ആൾക്കൂട്ടത്തിൻ്റെ കെണ്ടി എൻ്റെ പച്ച തായും പൂവും മായും വെച്ചിട്ടാണ് എൻ്റെ വായിൽ വരുന്നത് കാണുമ്പം തന്നെ. അവളെയൊക്കെ പോലെയുള്ള അപരാധി മക്കളെയൊക്കെ ഞാനൊന്നും പറയണില്ല. രാവിലെ ഇരുന്ന് തെറി വിളിക്കാൻ വയ്യ. അതുകൊണ്ട് രാവിലെ ഇരുന്നാണ് ഞാൻ വീഡിയോ കാണുന്നത്. ഇരുന്ന് തെറി വിളിക്കാൻ വയ്യ. പച്ച പറഞ്ഞത് എപ്പോഴും വിത്ത് ബ്രസീൽ. ഞാൻ പോയി വരാം, ശരി. ഞാൻ ആഗ്രഹിച്ചു പോയി. ആ പോകുന്ന പോക്കില്ല ഓപ്പോസിറ്റ് ഒരു പാണ്ടി ലോറി വന്നിരുന്നെങ്കിൽ അന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത തോന്നിയോ? തെറ്റ് ഞാൻ പറയത്തില്ല. ഇതുപോലത്തതൊക്കെ ഭൂമിക്ക് ഭാരമാണ്. ഇതൊക്കെ തീരേണ്ടതാണ്. ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നീയൊക്കെ എവിടെയെങ്കിലും പോയി തീരണം. അതാണ് അതിൻ്റെ ഒരു ശരി. ഓക്കെ, പിന്നെ ബസ്സിൽ കയറാത്ത നന്നായി. എന്തുകൊണ്ട്? കാരണം അടുത്ത ഒരുത്തൻ്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് ഇറങ്ങി തിരിക്കൂലല്ലോ. ബസ്സിൽ കയറാതെ ഇങ്ങനെ പോകുന്നതിന് ഇതിനേക്കാളും നല്ലത്. എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും ഒരു പാണ്ടി ലോറി വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. കാണുമ്പോൾ ആ കുടുംബത്തിൻ്റെ, ആ ദീപകിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാൻ കൂടി. നീ തീർത്തത് ഒരു കുടുംബമാണ്. നിന്റെ മറ്റേ റീച്ച് ഉണ്ടാക്കൽ. ഇതുപോലത്തെ വൃത്തികെട്ടവളുമാരെ സമൂഹം മാറ്റി നിർത്തണം. ഇവളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയണം. അതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതുപോലുള്ളതിനൊക്കെ. പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് അതിൻ്റെ പിന്നാലെ വള്ളിയും കേസും ആവും. കാരണം ഇതുപോലെയുള്ള കടയാടികളെ സംരക്ഷിക്കാൻ ഒരുപാട് പേരും കാണും. നിയമത്തിൽ ലൂപ്പ് ഹോളും കാണും. കാരണം സ്ത്രീയല്ലേ. ഇവളൊക്കെ സ്ത്രീയാണോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. കടയാടികൾ അവളെ ബ്രസീലിൽ മറ്റേ തോറ്റത് കൊണ്ട് അവൾക്ക് ഈ ജേഴ്സി ഇട്ട് പോകാൻ പ്രത്യേക ധൈര്യമാണ്. ചങ്കൂറ്റം തന്നെ വേണം. എന്നാ താങ്ങിക്കുക. നീ ഒരുത്തൻ്റെ ജീവൻ എടുക്കാൻ കാണിച്ച് ചങ്കൂറ്റം നിനക്ക് മതി. അതുകൊണ്ട് ഭയങ്കര ചങ്കൂറ്റാടി. അയ്യോ പുന്നാര മോളെ. ഇനി ഇതിനും ശേഷമുണ്ട് ഒരെണ്ണം കാണാം. ഞാനിപ്പോൾ എന്തൊരവസ്ഥയിലാണ് ഉള്ളതെന്നറിയോ? ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ. അതായത് ഒരാളിപ്പോൾ എന്നോട് പറയാണ് ഇത് നട്ടുച്ചയാണ്. ഓക്കെ, ആനക്ക് പറക്കാൻ കഴിയുന്നു. ഓക്കെ എന്ന് വെച്ച് അവർ പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് വയ്യ അവരെ കൺവിൻസ് ചെയ്യാൻ പോവാൻ. അതിന് അർത്ഥം അണ്ണാക്കി പിരിവെട്ടിയിരിക്കും എന്നതാണ് അർത്ഥം. പിന്നെ ആനയ്ക്ക് ചെറുണ്ട്, നിന്റെ തന്തയ്ക്ക് വേറെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നമ്പുവോ? ചിപ്പോയി ചൊറിഞ്ഞ് വരുക എനിക്ക് കാണുമ്പം തന്നെ. കൺവിൻസിങ് സ്റ്റാർ നീ എങ്ങനെയും അവളങ്ങ് ന്യായീകരിക്കുക എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി. ദയവ് ചെയ്തിട്ട് ഒരു മനുഷ്യൻ പോലും ഈ കടയാടി മക്കളെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ഒരിക്കലും. ഇവളൊക്കെ സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കണം. എൻ്റെയൊക്കെ പേരിൽ കേസ് കൊടുത്താലേ എനിക്ക് അവിടെ വന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് അവിടെ വന്ന് ചോദിക്കണം. കേസ് കൊടുക്കണം നിന്നെയൊക്കെ പോലുള്ള. എനിക്ക് സംസാരിക്കാൻ കുറയുണ്ട്. ഏതറ്റം വരെ പോകാനും ഞാനും തയ്യാറില്ല. ഇതുപോലത്തെ കടയാടി മക്കളുണ്ട് എൻ്റെ പേരിൽ കേസ് കൊടുത്താൽ. ഇവളൊക്കെ ഒരുത്തൻ്റെ ജീവൻ എടുത്തിട്ട് അവൾ വന്ന് കൺവിൻസിങ് സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാടി മോള്. ഞാൻ പഠിച്ചൊരു വലിയ പാഠമുണ്ട്. ഒരാളെ തിരുത്താൻ പോകുന്നതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സമാധാനം. എന്തിനാ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നത്? എല്ലാവരും എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടൊന്നല്ല നമ്മളടുത്ത് ആർഗ്യുമെന്റ്സിന് വരുന്നത്. നമ്മൾ ട്രെയിൻ ആക്കണം. എന്തിനാ വെറുതെ നിന്ന് കൊടുക്കുന്നത്? നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുക. ജസ്റ്റ് അൺബോധേഡ്. നിനക്ക് സമാധാനം ഉണ്ടല്ലേടി കടയാടി മോളെ.
ആ ദീപക്കിന്റെ കുടുംബത്തിനെ പറ്റിയിട്ട് നീ ആലോചിച്ചിട്ടുണ്ടാ? തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവം കാണിച്ചവളെ. ആ കുടുംബത്തിന്റെ അവസ്ഥ എനിക്കറിയാവോ? ആ മകനായിരുന്ന ഏക ആശ്രയം അമ്മയ്ക്ക്. അവരുടെ അവസ്ഥയെപ്പറ്റി എനിക്കറിയാവോടി? നിനക്ക് നിന്റെ സമാധാനം, നിന്റെ സന്തോഷം, ദൈവമേ ഇതുപോലത്തെ അതൊക്കെ തീരണം, ഇഞ്ചിഞ്ചായിട്ട് തീരണം, അനുഭവിച്ച് തീരണം. അതേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പ്രാകുക. എന്നെ പോലെ എത്രയോ പേര് പ്രാകുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ കടയാടി മോളെ പ്രാകണം. ഇവളൊക്കെ ഗതി പിടിക്കാതെ തീരണം, ഗതി പിടിക്കാതെ ഇഞ്ചിഞ്ചായിട്ട് ഇഴഞ്ഞഴഞ്ഞ് തീരണം. കാരണം ആ കുടുംബത്തിൻ്റെ അവസ്ഥ, ദീപക്കിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, ഓക്കെ, അമ്മയുടെ അവസ്ഥ, ആ ആശ്രയമായിരുന്ന ആ മകനെ നീ തീർത്തു. എന്തുമാത്രം മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ടായിരിക്കും ദീപക് ആ കടുങ്കൈ ചെയ്തത്? ആലോചിച്ചിട്ടുണ്ടോ? എത്രത്തോളം? കാരണം ചെയ്യാത്തൊരു കുറ്റത്തിന് പൊതുസമൂഹത്തിൽ നാണം കെട്ട് നാറേണ്ടി വന്ന ഒരു ഗതികെട്ട അവൻ്റെ അവസ്ഥ. പൊതുസമൂഹത്തിൽ നല്ലൊരു പേരുമായിട്ട് നടക്കുന്ന ഒരുത്തന് പെട്ടെന്ന് താങ്ങാൻ പറ്റാതെ ആവുന്ന അവസ്ഥ. അന്ന് ദീപക്കിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ, ഇവൾ വൈറലാക്കിയ വീഡിയോ കണ്ട് എടുത്ത് അയച്ചു കൊടുത്ത് അങ്ങനത്തേക്ക് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം കേട്ടപ്പോൾ ചങ്ക് തകർന്നു. സത്യോടി പുന്നാര മോളെ, നീയൊക്കെ ഗുണം പിടിക്കൂല. നിന്റെ അമ്മയുടെ കാലത്ത് നീയൊന്നും ഗുണം പിടിക്കൂല. നീയൊക്കെ ഇഞ്ചിഞ്ചായിട്ട് ഇഴഞ്ഞ് ചവിത്ത് പണ്ടടങ്ങി കൊണ്ടുപോകും കടയാടി മക്കൾ. എന്നിട്ട് ഇവള് രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടപ്പം ഇവൾ ആ വ്യക്തിക്ക് പോയിട്ട് മുഞ്ചി കളയും എന്നുള്ള സാധനം വടിച്ചു കൊടുക്കുമോ എന്നുള്ള സെറ്റപ്പിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഷിംജിത ചേച്ചി റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്, മെസ്സേജ് ഇട്ടുണ്ട്. നമുക്ക് ആ മെസ്സേജ് ഒന്ന് വായിക്കാം. ഹായ്, പ്ലീസ് ഡെലിറ്റ് ദി വീഡിയോ യു പോസ്റ്റഡ് അബൌട്ട് മീ. യു അപ്ലോഡഡ് ഇറ്റ് വിത്തൌട്ട് മൈ പെർമിഷൻ ആൻഡ് ഐ ഡോണ്ട് കൺസെന്റ് ടു. പ്ലീസ് റിമൂവ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇഫ് യു ഡോണ്ട് ഡെലിറ്റ് ഐ ഹാവ് ടു ടേക്ക് എ ലീഗൽ ആക്ഷൻ. താങ്ക് യു. അയ്യോ, ഈ കടയാടി മോക്കെതിരെ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവള് ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന്. അവളെ തന്തയെ പിടിച്ചോണ്ടേ ഇരുത്തി എടുക്കട്ടെ ലീഗൽ ആക്ഷൻ. ഏതായാലും വിഷയമാണ്, എനിക്കറിയാം. നീ കേസ് കൊടുക്ക്. ഇതിന്റെ പേരിൽ എന്നെ എത്രത്തോളം ശിക്ഷിക്കും, ഒരുത്തന്റെ ജീവൻ എടുത്ത് നിന്നെ എത്രത്തോളം ശിക്ഷിക്കുമെന്ന് എനിക്കൊന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, നിനക്ക് എന്തായാലും കേസ് കൊടുക്കാനുള്ള വകുപ്പ് ഞാൻ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൊണ്ടുകൊടു. എന്തായാലും നിനക്ക് ഉളുപ്പുണ്ടാടി പന്ന മോളെ. നീ ഇങ്ങേർക്ക് പോയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഡിലീറ്റ് ചെയ്യില്ല ലീഗൽ ആക്ഷൻ എടുക്കുന്നു. നിന്റെ തന്തയോടെ ലീഗൽ ആക്ഷൻ എടുക്കാനിരിക്കുന്നത്? നാണമുണ്ടോ എനക്കൊക്കെ? നാണമുണ്ടടി എനക്ക്? ഉളുപ്പില്ലാത്തവളെ, നീക്ക് എങ്ങനെ തൊലിക്കെട്ടിയോടെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു? കാറി തുപ്പണം നാട്ടുകാർ. ഇവളൊക്കെ കാണുമ്പോഴേ കാറി തുപ്പണം. പുന്നാര മക്കള്. അല്ല, നിന്നെ 10 തെറി വിളിക്കാൻ നിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു നിന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞിക്കാൻ ഞാൻ. നീ ആര് പ്രൈം മിനിസ്റ്റർ അതോ ചീഫ് മിനിസ്റ്ററാ? നീ വിത്തൌട്ട് മൈ പെർമിഷൻ എന്നല്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ആ ബസ്സിൽ കയറി നിന്റെ മുലയിട്ട് മറ്റവന്റെ നെഞ്ചത്ത് വരച്ചിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്ത് ലോകമായ ആളുകളെല്ലാം കാണിച്ച് അയാളെ മരണത്തിലേക്ക് തെളിയിട്ടത് അയാളുടെ പെർമിഷൻ ചോദിച്ചിട്ടാണോ നീ ചെയ്തത്? അല്ലല്ലോ. അപ്പൊ പിന്നെ ഇതിനും പെർമിഷനും ചോദിക്കണം നിന്നെ 10 തെറി വിളിക്കാനും. അയാളുടെ ജീവന്റെ അത്രയും വലിയ വിലയൊന്നുമില്ല നിന്നെ 10 തെറി വിളിച്ച ഈ ഒരു കേസിൽ. നീ അയാളെ മരണത്തിന് കാരണമാക്കിയിട്ട് ആ ഒരു കേസിൽ നീ 6 മാസത്തിന് കഴിഞ്ഞ് നീ പുറത്തിറങ്ങി വിലസി നടക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ 10 തെറി വിളിച്ചതിന്റെ പേരിൽ ഞാൻ അകത്ത് പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ഞാൻ പോയി കിടക്കും. മനസ്സിലായില്ലേ? എന്തായാലും അയാളെ കൊന്നതിന്റെ അത്രയും വലിയ കേസൊന്നും അല്ല നിന്നെ 10 തെറി പറഞ്ഞുണ്ട്. പിന്നെ ഇതിനകത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം പോലെ നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കേസ് ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു വിഷയത്തിൽ സന്തോഷത്തോടെ പോയി ഞാൻ അകത്ത് കിടക്കുകയും ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ കൊണ്ട് ഡെലിറ്റ് ആക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോ നിന്നെ ഒരു കാര്യത്തിൽ നിന്നെ സമ്മതിച്ചിരിക്കുന്നു, നിന്റെ തൊലിക്കട്ടി, നിന്റെ മനക്കട്ടി, നിന്റെ ചങ്കൂറ്റം. മറ്റുള്ള ആള് സാമാന്യ ഒരാൾക്ക് എന്തായാലും കുറച്ച് നാളെങ്കിലും ആളുകളൊക്കെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. നിന്നെ കൊണ്ടതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നീ ഒരു കില്ലാടി തന്നെ കേട്ടോ. എന്തായാലും കടയാടി മോള്, അവള് കില്ലാടിയല്ല, കടയാടി മോള്. ഓക്കെ, അവൾക്ക് ഇരട്ട കരളി തന്നെ. ഒരുത്തനെ തീർത്തിട്ട് അവളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവളിപ്പം ഓരോ ദിവസം ഓരോ റീലിട്ട് മെഴുകിക്കൊണ്ടിരിക്കുക. ഇവളെയൊക്കെ റിപ്പോർട്ട് അടിച്ച് ഇവളൊക്കെ അക്കൗണ്ട് പൂട്ടിക്കണം. അതിനുശേഷം ഇവളെയൊക്കെ പൊതുസമൂഹത്തിൽ കണ്ട് നമ്മൾ കാറി തുപ്പണം. നമ്മളിനിപ്പോൾ കല്ലെറിഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ പേരിൽ കേസാവും. അതാണ് ഇവിടുത്തെ നിയമം, കുണച്ച നിയമം. ചെയ്യേണ്ടടുത്തും കേസ് എടുക്കേണ്ടടുത്തും എടുക്കൂല. വല്ല കടയാടികളെ ഇതുപോലെ ഉള്ളതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാറി തുപ്പണം. സമൂഹം ഇവളെയൊക്കെ പുച്ഛിച്ച് വലിച്ച് കീറിച്ച് പോന്ന് ഉളുപ്പില്ലാത്തവളൊക്കെ ചത്തു തൊലയണം. ഇവളൊക്കെ ഗുണം പിടിക്കാതെ ചത്തു തൊലയണം. എങ്കിലേ എനിക്ക് സമാധാനമുള്ള കേട്ടോ. ഇതൊക്കെയാണ് വല്ലതും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീരണം. ഇതൊക്കെ തീരണം. ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ച് കടന്ന് പുഴുത്ത് തീരണം. അതാണ് ചെയ്യേണ്ടത്. അതാണ് ദൈവം അങ്ങനത്തെ എന്തെങ്കിലും ശിക്ഷ ഇതിനൊക്കെ കൊടുക്കണം. ഇവിടുത്തെ നിയമത്തിനോ ശിക്ഷിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിനെങ്കിലും ശിക്ഷിക്കാൻ കഴിയട്ടെ എത്രയും പെട്ടെന്ന്. ഈ കടയാടിയൊന്നും
ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ള ഒരു ഇത് വയ്ക്കില്ലേടി പുന്നാര മോളെ. എങ്ങനെയാടി നീ പുറത്തിറങ്ങി നടക്കണം കൊടയടി മോളെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താകൊണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്.